നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 4 അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിലൊന്ന് നമ്മുടെ കേരളം ആസ്ഥാനമായിട്ട് ഇന്ത്യയിലെ ഒരു പ്രമുഖ ബാങ്കായിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് 8ഓളം വിവിധ തസ്തികകളിലേക്ക് നടക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ്. കൂടാതെ കേരള ഗവൺമെന്റിന്റെ ഒരു ഏജൻസി വഴി വിദേശത്തേക്ക്, അത് UAE-യിലേക്ക് 100ഓളം ഒഴിവുകളിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ്, മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മുതൽ അപേക്ഷിക്കാവുന്ന അവസരം. ഇതുകൂടാതെ വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചില ജോലികൾ, അതല്ലെങ്കിൽ BCom, MCom, BBA, MBA, BA ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്ന ചില അവസരങ്ങളൊക്കെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ അവസരങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കല്ല്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെ, ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെ ഒക്കെ ജോലി തേടാം. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം ഞാൻ വിവിധ ഡിഗ്രിക്കാർക്കുള്ള ഒരു അവസരം, ഫ്രഷേഴ്സിനുള്ള അവസരം ഒന്ന് സൂചിപ്പിക്കാം. നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലൊക്കെ പ്രവർത്തനമുള്ള ALB, അതായത് അക്യുറേറ്റ് ലീഗൽ ബില്ലിംഗ്, ഈ ഒരു കമ്പനിയെ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ട്രെയിനീസ്, അതേപോലെ ജൂനിയർ അസോസിയേറ്റ്സ്, ഈ തസ്തികയിലേക്കാണ് ഹയറിംഗ് നടത്തുന്നത്. BCom, MCom, BA, BBA, MBA-ക്കാർക്കൊക്കെ ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഫ്രഷേഴ്സിനാണ്, ട്രെയിനിങ് ഒക്കെ ആയതുകൊണ്ട് ഫ്രഷേഴ്സിനാണ് അവസരങ്ങളുള്ളത്. ഒക്കെ അക്കൗണ്ട്സ് റിസീവബിൾ, അക്കൗണ്ട്സ് പേയബിൾ, അതുപോലെ ബില്ലിങ്, അതുപോലെ ഇമെയിൽ മാർക്കറ്റിംഗ്, ഇങ്ങനെയൊക്കെയുള്ള അപ്പീൽ മാനേജ്മെന്റ്, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്കാണ് ഈ ഹയറിംഗ് നടക്കുന്നത്. അപ്പം റീസെന്റ് പാസ്ഡ് ഔട്ട് ആയിട്ടുള്ള BCom, MCom, MBA, BA, MBA-ക്കാർക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇൻഫോ പാർക്കിലുള്ള ഒരു കമ്പനിയാണ്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. രണ്ടാമത്തെ അവസരം, ഇതൊരു വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഒരു അവസരമാണ്. X&Y ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലേക്ക് സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് എന്ന തസ്തികയിലേക്ക് ഹയറിംഗ് നടക്കുന്നുണ്ട്. കണക്കിലാണ് ഈ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സിനെ ഇവരെ ഹയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ BSc, MSc മാത്സ് കഴിഞ്ഞവർക്ക്, അല്ലെ BTech ഗ്രാജുവേറ്റ്സിനൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സ് മുതൽ ഒരു 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. അവർക്ക് ഇതും ഒരു വർക്ക് ഫ്രം ഹോം ആയിട്ട്, അതായത് റിമോട്ട് ആയിട്ടുള്ള ഒരു ജോലിയാണ്. അവർക്ക് റിമോട്ടായിട്ട് ഏതാണ്ട് 45 പേരെ ഹയർ ചെയ്യുന്ന മറ്റൊരു അവസരം കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബ് ചാനലിൽ സൂചിപ്പിച്ചിരുന്നു. ഡിഗ്രിക്കാർക്കും PG-ക്കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാവുന്ന. അത് കണ്ടില്ലെങ്കിൽ ആ അവസരം കൂടി നിങ്ങളൊന്ന് പരിശോധിക്കുക. അതായത് ഈ ഒരു അവസരം X&Y ലേണിംഗിലുള്ളത്, ഇത് ഉപയോഗപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ ആ ജോലിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. +1, +2 സ്റ്റുഡൻസിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതിനൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ വേക്കൻസികളും jobsbridge.com നമ്മുടെ സൈറ്റിലുണ്ട്. അവിടെ പോയിട്ട് കമ്പനിയുടെ നെയിം വെച്ച് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് കേരള ഗവൺമെന്റിന്റെ ഒരു ഏജൻസിയായ ഒഡേപക് വഴി UAE-യിലേക്ക്, ദുബായിൽ, അബുദാബി ഇങ്ങനെയൊക്കെയുള്ള UAE-യിലേക്കുള്ള ഏതാണ്ട് 100ഓളം പേരുടെ ഒരു ഹയറിംഗിന്റെ ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കട്ടെ. UAE-യിലേക്ക് സെക്യൂരിറ്റി ഗാർഡുമാരുടെ ഹയറിംഗ് ആണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. മിനിമം 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 2 ഇയർ എക്സ്പീരിയൻസ് സെക്യൂരിറ്റി ഫീൽഡിൽ കാണണം. അതായത് സെക്യൂരിറ്റി ആയിട്ട് ആർമിയിലോ പോലീസിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ഥാപനത്തിനൊക്കെ സെക്യൂരിറ്റി ആയിട്ട് മിനിമം 2 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആയിരിക്കും ഈ ഒരു അവസരമുള്ളത്. നല്ല സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ഒക്കെ കാണണം. പ്രായം 25 വയസ്സിനും 40 വയസ്സിനും ഇടയിലായിരിക്കണം. മിനിമം 174 സെന്റിമീറ്റർ ഹൈറ്റ് കാണണം. അതുപോലെ ഫിസിക്കലി നല്ല വെൽ ബിൽറ്റ് ആയിരിക്കണം. ഒരു ക്രൗഡിനെയൊക്കെ മാനേജ് ചെയ്യാനൊക്കെ കഴിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നല്ല മെഡിക്കലി ഫിറ്റ് ആയിട്ടുള്ള വിസിബിൾ ടാറ്റൂസ് ഒക്കെ ഇല്ലാത്തവർക്കായിരിക്കും അവസരമുള്ളത്. ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ടും വായിക്കാനായിട്ടും ഒക്കെ കഴിയണം. മറ്റ് ലാംഗ്വേജ് ഒക്കെ അറിയുന്നത് നന്നായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാം. ഇതിൻ്റെ ശമ്പളം നിങ്ങൾ കാണാൻ സാധിക്കും. ഗ്രോസ് സാലറി, ടോട്ടൽ സാലറി ഏതാണ്ട് 2262 UAE ദിറമാണ്. ഏകദേശം ഒരു 55,000 രൂപയൊക്കെ വരുമായിരിക്കും, അല്ലേ? യെസ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പ്ലിറ്റ് ഒക്കെ ഉണ്ട്. ബേസിക് സാലറി 1200 ആണ്. ഹൗസിംഗ് ഉണ്ട്, ട്രാൻസ്പോർട്ട് ഉണ്ട്, സെക്യൂരിറ്റി അലവൻസ് ഉണ്ട്, നോർമൽ ഓവർ ടൈം അലവൻസ് ഉണ്ട്. ഇതെല്ലാം കൂടി ആയിരിക്കും ഏകദേശം ഒരു 55,000 ഇന്ത്യൻ റുപ്പീസ് ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഉടൻ ഇതിന് അപ്ലൈ ചെയ്യാം. എനിക്ക് തോന്നുന്നു
9 വരെയോ മറ്റോ സെപ്റ്റംബറാണ് ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അത് ഇവിടെ നൽകിയിട്ടില്ല, ഇവിടെ സൈറ്റ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. നമ്മൾ അറിയുന്ന പോലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നമ്മുടെ കേരളം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു പ്രമുഖ ബാങ്കാണ്. ഒരു 8 തസ്തികയിലേക്ക് ഇപ്പോൾ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവരുടെ കരിയർ സൈറ്റിൽ വന്നാൽ എന്ത് കാണാൻ സാധിക്കും? കറണ്ട് ജോബ് ഓപ്പണിങ്സ് 8 തസ്തികകളിലാണ് ഹയറിംഗ്. എല്ലാത്തിലും നിങ്ങൾക്ക് 10 സെപ്റ്റംബർ വരെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഇത് കൂടുതലും IT മേഖലയിലെ അവസരങ്ങളാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കുള്ള അവസരങ്ങളാണ്. എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ഓരോ അവസരവും മനസ്സിലാക്കാം. ഇതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. ഒരു അവസരത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് സൂചിപ്പിക്കുക. ഇപ്പം നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് കാണാനായിട്ട് കഴിയും. ജോബ് നോട്ടിഫിക്കേഷൻ ഇത് ഞാൻ ക്ലൗഡിൻ്റെയാണ് എടുത്തത്. ക്ലൗഡിൻ്റെ എടുത്ത് വരുമ്പോഴത്തേന് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ IT എന്ന് പറഞ്ഞിട്ട് 10 സെപ്റ്റംബർ വരെ അപേക്ഷിക്കാവുന്ന അവസരമാണ്. സ്കെയിൽ ഓഫ് പേ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സ്കെയിൽ 2, 3 ബേസ് ചെയ്തിട്ടായിരിക്കും സ്കെയില്. ക്ലൗഡ് സ്പെഷ്യലിസ്റ്റ് എലിജിബിലിറ്റി 35 വയസ്സ് വരെയുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് വരിക. മിനിമം 4 ഇയേഴ്സ് എക്സ്പീരിയൻസ്, അതിൽ തന്നെ 2 ഇയർ എക്സ്പീരിയൻസ് ക്ലൗഡ് മാനേജ്മെന്റിൽ കാണണം. BTech, MCA, MSc, BCA, BSc ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാം. ബാക്കി 1 ഇയർ പ്രൊബോഷൻ ആയിരിക്കും, പിന്നീടായിരിക്കും ഇത് സ്ഥിരപ്പെടുത്തുന്നത്. ബാക്കി കോർ കോമ്പീറ്റൻസി ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സെലക്ഷന് ടെക്നിക്കൽ ഇന്റർവ്യൂ, പേഴ്സണൽ ഇന്റർവ്യൂവിൻ്റെ ഒക്കെ ബേസിസിലായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നിനും ആപ്ലിക്കേഷൻ ഫീ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് കഴിയും. ഓർക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും 8ഓളം വിവിധ തസ്തികകളിൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, സൈബർ സെക്യൂരിറ്റി മാനേജർ ഉണ്ട്, സോക്ക് അനലിസ്റ്റ്, അതേപോലെ ക്ലൗഡ് സ്പെഷ്യലിസ്റ്റ്, സൈബർ സെക്യൂരിറ്റി പ്രൊജക്ട് ലീഡ്, സ്റ്റോറേജ് അഡ്മിനിസ്ട്രേറ്റർ, ഫയർവാൾ അഡ്മിന്, VM അഡ്മിനിസ്ട്രേറ്റർ, ഈ തസ്തികയിലൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓരോ അവസരത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. ഇതിൻ്റെ പേരിൽ ആരെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാൻ. ഏതായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.